ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 2024 ഏപ്രിൽ 2-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, 2024 മാർച്ചിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഭരണവിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? അത് വി നാഗദാസ് ആണ്. വി നാഗദാസ് 2024 മാർച്ചിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഭരണവിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ വി നാഗദാസ്. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ച മലയാളി സാഹിത്യകാരൻ? അത് സി രാധാകൃഷ്ണനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ ചോദിക്കുകയാണെങ്കിൽ സി രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമ? ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമ ആടുജീവിതമാണ്. ആടുജീവിതം. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണേത്? ആടുജീവിതം. ഇതിനു മുൻപ് 50 കോടി ക്ലബ്ബ് വേഗത്തിലെത്തിയതിൻ്റെ റെക്കോർഡ് പൃഥ്വിരാജ് സംവിധായകനായിട്ട് എടുത്തിട്ടുള്ള ലൂസിഫർ എന്നുള്ള ചിത്രമായിരുന്നു. അതൊരു മോഹൻലാലായിരുന്നു നായകനായിട്ടുള്ളത്. ലൂസിഫർ എന്ന ചിത്രമായിരുന്നു ആദ്യമായിട്ട് 50 കോടി ക്ലബ്ബിൽ വേഗത്തിലെത്തിയ റെക്കോർഡ് സ്വന്തമാക്കിയത്. ഇപ്പോൾ ഈ ലൂസിഫറും വെറും 4 ദിവസത്തിലായിരുന്നു കോടി ക്ലബ്ബിലെത്തിയത്. എന്നാൽ ആടുജീവിതത്തിൻ്റെ കണക്കെടുക്കുമ്പോഴത്തേക്ക് അഡ്വാൻസ് ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകൾ എടുത്തപ്പോൾ തന്നെ 50 കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു. അപ്പോൾ ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമ ചോദിക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ ആടുജീവിതമാണ്. അടുത്ത ചോദ്യം, കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായത് ആരാണെന്നുള്ളതാണ്. കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിതനായത് ജോർട്ടി എം ചാക്കോയാണ്. ജോർട്ടി എം ചാക്കോ. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ഇന്ദ്രയാണ്. ഇന്ദ്ര. അടുത്ത ചോദ്യം, ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി അത്ലറ്റ്? ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി നിയമിതയായ മലയാളി അത്ലറ്റാണ് ഷൈനി വിൽസൺ. ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി മലയാളിയായ ഒളിമ്പ്യനായിട്ടുള്ള ഷൈനി വിൽസണെയാണ് നിയമിച്ചിരിക്കുന്നത്. 4 വർഷത്തേക്കാണ് ഈ നിയമനം ഉള്ളത്. അപ്പോൾ ഷൈനി വിൽസൺ എന്ന് പറയുന്നത് നിലവിൽ നമ്മളുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ മേഖലാ ഓഫീസിൽ ജനറൽ മാനേജറാണ് ഷൈനി വിൽസൺ. അടുത്ത ചോദ്യം, തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഞായറാഴ്ചയുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണം? തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ ഞായറാഴ്ചയുണ്ടായ അപ്രതീക്ഷിതമായ കടലാക്രമണത്തിന് കാരണമാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയും. കള്ളക്കടൽ പ്രതിഭാസം. അടുത്ത ചോദ്യം, ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? സാം പിത്രോഡയാണ്. ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇത് സാം പിത്രോഡ. അടുത്ത ചോദ്യം, T20 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്? T20 ക്രിക്കറ്റിൽ 300 താരങ്ങളെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നമ്മുടെ MS ധോണിയാണ്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പെൻ അമേരിക്ക നൽകുന്ന പുരസ്കാരത്തിന് അർഹയായത്? ഇംഗ്ലീഷ് ഭാഷയിലുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പെൻ അമേരിക്ക നൽകുന്ന പുരസ്കാരം അർഹയായതാരാണത്? ഡോക്ടർ വൃന്ദ വർമ്മ. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അത് നമ്മുടെ സ്റ്റാർഗേറ്റ് ആണ്. മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടർ ചോദിക്കുകയാണെങ്കിൽ സ്റ്റാർഗേറ്റ് ആണ്. താങ്ക് യു.